ക്രീമിയിലുള്ള സെവസ്റ്റോപോളിൽ കഴിഞ്ഞ 23-ാം തീയതി, ശരിയായി പറഞ്ഞാൽ 4 ദിവസങ്ങൾക്ക് മുൻപ് ഒരു ATACMS ആക്രമണം ഉക്രൈൻ നടത്തുന്നു. അങ്ങനെ ചെയ്തതിനു ശേഷം അതിലെ ഇന്റർസെപ്ഷനിലുണ്ടായ ഒരു പ്രശ്നം കാരണം ആകാശത്തിന് നടുവിൽ വെച്ച് തന്നെ പൊട്ടിത്തെറിച്ച ആ ഒരു വിമാനത്തിന്റെ ക്ലസ്റ്റർ വാർഹെഡ്സ് താഴെ വീഴുന്നു. ഇതിൽ ഏകദേശം 5 പേരോളം മരിച്ചു. 100-ൽ കൂടുതൽ പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്ന് റഷ്യ ഒഫീഷ്യലായി ഒരു അറിയിപ്പ് നൽകി. ഇത് റഷ്യ പറയുന്ന കാര്യമാണ്. എന്നാൽ ഇതേ സമയം ഉക്രൈൻ പറയുന്നത് ഇല്ല, ഞങ്ങളുടെ മിസൈലുകളെ ഒന്നും റഷ്യ ഇന്റർസെപ്റ്റ് ചെയ്തില്ല. പകരം റഷ്യയുടെ മിസൈൽ ഡെബ്രിസ് ആണ്, അതായത് അവരുടെ എയർ ഡിഫൻസ് സിസ്റ്റത്തിൽ നിന്നും റഷ്യ അയച്ച മിസൈൽസിന്റെ ഡെബ്രിസ് ആണ് ആ ഒരു സെവസ്റ്റോപോൾ ബീച്ചിൽ വീണത്. അങ്ങനെ വീണ മിസൈൽ ഡെബ്രിസ് കാരണമാണ് ഇത്രത്തോളം പ്രശ്നങ്ങൾ ഉണ്ടായത്. ഇതിൽ ഞങ്ങൾക്ക് യാതൊരുവിധ ബന്ധവുമില്ല, ഞങ്ങൾ യാതൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് ഉക്രൈൻ ഒരു അറിയിപ്പ് കൊടുത്തു. എന്നാൽ ഇതിന് മറുപടിയായി അമേരിക്കയിൽ നിന്നും ഒരു അറിയിപ്പ് വന്നു. ഇല്ല, റഷ്യയുടെ മിസൈൽ ഡെബ്രിസ് സെവസ്റ്റോപോളിൽ വീണില്ല, ഉക്രൈന്റെ മിസൈലിനെയാണ് റഷ്യ ഇന്റർസെപ്റ്റ് ചെയ്തത്. ആ ഒരു ഇന്റർസെപ്ഷൻ കാരണം ഉണ്ടായ ഡെബ്രിസ് ആണ് സെവസ്റ്റോപോൾ ബീച്ചിൽ വീണത് എന്ന് അമേരിക്ക ഒരു സത്യം പറഞ്ഞു. അതുമാത്രമല്ല, ഉക്രൈൻ പറഞ്ഞത് കള്ളമാണെന്ന് തുറന്നു കാട്ടുകയും ചെയ്തു. ഇതിൽ ഉക്രൈന് 2 പ്രശ്നങ്ങൾ ഉണ്ടായി. ഒന്നാമത്തേത്, മിസൈൽസിനെ റഷ്യ ഇന്റർസെപ്റ്റ് ചെയ്തിട്ടേ ഇല്ല എന്ന് പറഞ്ഞത് കള്ളമായി മാറി. അതുമാത്രമല്ല, ക്ലസ്റ്റർ വാർഹെഡ്സ് ഉക്രൈൻ ഉപയോഗിക്കാൻ തുടങ്ങി എന്നുള്ളതും ഇതിലൂടെ തന്നെ മനസ്സിലായി. ഇവയെല്ലാം ഈ വീഡിയോയിലൂടെ വ്യക്തമായി കാണാം. പെന്റഗണിലെ സ്പോക്സ് പേഴ്സൺ ജോൺ എഫ് കിർബി ഇദ്ദേഹം ഒരു കാര്യം പറഞ്ഞു. കഴിഞ്ഞ ജൂൺ 23-ാം തീയതി സെവസ്റ്റോപോളിൽ ഒരു ആക്രമണം നടന്നു. ഇങ്ങനെ ഒരുപാട് മീഡിയാസിലൂടെ ന്യൂസ് പുറത്തു വന്നു. ഇതിൽ റഷ്യ ഒരു ആരോപണം ഉന്നയിച്ചു. അമേരിക്കൻ ഡ്രോണായ MQ-4ന്റെ സഹായത്തോടെയാണ് ഈ ആക്രമണം നടത്തിയത്. ATACMSന്റെ സഹായത്തോടു കൂടിയായിരുന്നു ആക്രമണം. അങ്ങനെയാണെങ്കിൽ അമേരിക്കയാണ് ഈ ആക്രമണത്തിന് കാരണം. അമേരിക്ക കാരണമാണ് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായത് എന്ന് അമേരിക്കക്കെതിരെ വലിയൊരു കുറ്റാരോപണം റഷ്യ നടത്തി. ഇതിന് അമേരിക്കയുടെ സ്പോക്സ് പേഴ്സൺ നൽകിയ മറുപടി, റഷ്യക്ക് ഇവിടെ ഞങ്ങൾ ഒരു വിശദീകരണം നൽകാൻ ആഗ്രഹിക്കുന്നു. അത് തീർച്ചയായും റഷ്യ അംഗീകരിക്കണം. ATACMS ഞങ്ങൾ ഉക്രൈന് കൊടുത്തു. അതനുസരിച്ച് അവരുടെ പ്രദേശത്ത് നിന്ന് ഏത് സ്ഥലം ആക്രമിക്കുവാനുള്ള അവകാശവും സ്വാതന്ത്ര്യവും അവർക്കുണ്ട്. അതാണ് ഇപ്പൊ ഉക്രൈൻ ചെയ്തത്. ക്രീമിയയെ റഷ്യ കീഴടക്കി. അങ്ങനെ കീഴടക്കിയ ക്രീമിയയിൽ ഒരു ആക്രമണം നടത്തണമെന്ന് ചിന്തിച്ചാണ് ഉക്രൈൻ ഇപ്പൊ ഇങ്ങനെ ചെയ്തത്. അതും അവിടെയുള്ള ജനങ്ങൾക്കെതിരെ ഉക്രൈൻ അറ്റാക്ക് നടത്തണമെന്ന് ഉദ്ദേശിച്ചിട്ടേ ഇല്ല. സെവസ്റ്റോപോളിലെ പ്രധാന താവളങ്ങൾക്ക് നേരെയും സെവസ്റ്റോപോളിലെ സൈനിക സ്ഥാപനങ്ങൾക്കുമെതിരെയായിരുന്നു ഉക്രൈൻ ആക്രമണം നടത്തിയത്. ജയിക്കുമെന്ന പ്രതീക്ഷയോടുകൂടിയായിരുന്നു ഉക്രൈൻ ഇതെല്ലാം ചെയ്തത്. എന്നാൽ ആ സമയത്ത് ഭാഗികമായി പോലും ഉക്രൈന് ഒരു വിജയവും കിട്ടാത്ത രീതിയിലായിരുന്നു റഷ്യയുടെ ഇടപെടൽ. ഉക്രൈൻ അയച്ച മിസൈലുകൾ എല്ലാം തന്നെ റഷ്യ ഡിഫെൻഡ് ചെയ്തു. വാർഹെഡ്സ് ആകാശത്തിന് നടുവിൽ വെച്ച് തന്നെ പൊട്ടിത്തെറിച്ചത് കൊണ്ടുണ്ടായ പ്രശ്നം കാരണമാണ് സെവസ്റ്റോപോളിൽ ഇത്രയേറെ പേർക്ക് മരണവും പരിക്കുകളും സംഭവിച്ചത് എന്ന് ഒരു വിശദീകരണം അദ്ദേഹം നൽകി. ഇതുവരെയും അമേരിക്ക ഒഫീഷ്യലായി പറഞ്ഞ കാര്യങ്ങളാണ് ഇവയൊക്കെ. എന്നാൽ ഇതുമായി താരതമ്യം ചെയ്യുമ്പോൾ ഉക്രൈൻ പറഞ്ഞ കാര്യങ്ങളിൽ ചില പൊരുത്തക്കേടുകൾ വരുന്നുണ്ട്. ഉക്രൈൻ എന്താണ് പറഞ്ഞത്? ഞങ്ങളുടെ മിസൈൽസ് ഫയർ ചെയ്തു. ഞങ്ങൾ ഫയർ ചെയ്ത മിസൈൽസ് ഞങ്ങളുടെ ടാർഗറ്റ് എന്താണോ അതിനെ നശിപ്പിച്ചു. ഈ ഒരു സ്ഥലത്ത് ഇന്റർസെപ്ഷൻ നടന്നിട്ടേ ഇല്ല. എന്നാൽ ഇന്റർസെപ്ഷന്റെ ശ്രമം റഷ്യ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ തടയാനുണ്ടായ ആ ഒരു ശ്രമത്തിനിടെയാണ് ഇന്റർസെപ്റ്റർ മിസൈൽ ആകാശത്തിന് നടുവിൽ തന്നെ പൊട്ടിത്തെറിക്കുകയും അതിന്റെ ഡെബ്രിസ് താഴെ വീണാണ് റഷ്യയിലുള്ള 5 പേർ മരിച്ചത്. അതിൽ 2 കുഞ്ഞുങ്ങളുമുണ്ട്. 100-ൽ കൂടുതൽ പേർക്ക് പരിക്കേറ്റതിന് കാരണവും റഷ്യയാണ്, ഞങ്ങളല്ല എന്ന് ഒരു അറിയിപ്പ് കൊടുത്തു. ഇതിൽ എവിടെ പൊരുത്തക്കേട് വരുന്നു എന്ന് ചോദിച്ചാൽ, ആകാശത്തു നിന്നും താഴേക്ക് ഡെബ്രിസ് വീഴുന്നതും ക്ലസ്റ്റർ അമ്യൂണിഷന്റെ ഒരു വാർഹെഡ് താഴെ വീഴുന്നതിനും ഒരുപാട് വ്യത്യാസമുണ്ട്. ശരി, അങ്ങനെ ഡെബ്രിസ് താഴെ വീണാലും അതൊരു ആഘാതം സൃഷ്ടിക്കും എന്നതല്ലാതെ ഒരു സ്ഫോടനം സൃഷ്ടിക്കില്ല. എന്നാൽ ആ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് വ്യക്തമായ ഒരു കാര്യം മനസ്സിലാക്കാൻ കഴിയും. താഴെ മണ്ണിൽ വീഴുന്ന ഒരു വാർഹെഡ് താഴെ വീണതിന് ശേഷം പൊട്ടിത്തെറിക്കുന്നു. ഇതിലൂടെ 2 കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കാം. ഒന്നാമത്തേത്, ഉക്രൈൻ ക്ലസ്റ്റർ അമ്യൂണിഷൻ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കാരണം റഷ്യ പറഞ്ഞത് നമ്മൾ ഇതിനകം തന്നെ കണ്ടിരുന്നു. ഉക്രൈൻ 5 ATACMS മിസൈലുകൾ വിക്ഷേപിച്ചു. കുറച്ച് റോക്കറ്റുകളും തൊടുത്തുവിട്ടിരുന്നു. അവയിൽ 4 എണ്ണം ഞങ്ങൾ വിജയകരമായി നിർവീര്യമാക്കി. 5ാമത്തെ ATACMS മിസൈലിനെ ഞങ്ങൾ ലക്ഷ്യമിട്ടപ്പോൾ മാത്രമാണ് ഇത്തരമൊരു പ്രശ്നമുണ്ടായത്. മിസൈൽ ആകാശത്തിന് നടുവിൽ പൊട്ടിത്തെറിച്ചതിനാൽ അതിൽ നിന്ന് വീണ ക്ലസ്റ്റർ വാർഹെഡ്സ് പൊട്ടിത്തെറിച്ചു. അതുകൊണ്ടാണ് ഇത്ര പേർ മരിച്ചതും നിരവധി പേർക്ക് പരിക്കേറ്റതുമെന്ന് റഷ്യ പറഞ്ഞു. ഇവയെല്ലാം ഒരുമിച്ച് വെച്ച് നോക്കുമ്പോൾ റഷ്യ പറഞ്ഞതെല്ലാം തികച്ചും യോജിക്കുന്നുണ്ട്. കാരണം ഉക്രൈൻ ക്ലസ്റ്റർ വാർഹെഡ്സ് ഉപയോഗിച്ചു. ഈ വാർഹെഡ്സിനെ റഷ്യയുടെ S-300 ഇന്റർസെപ്റ്റ് ചെയ്തു. ഇതിനെക്കുറിച്ച് അവസാനം പറയാം.
ഇങ്ങനെ ആകാശത്തിന് നടുവിൽ വെച്ച് തടഞ്ഞപ്പോൾ ആ ക്ലസ്റ്റർ വാർഹെഡ് പൊട്ടിത്തെറിക്കുകയും അതിലെ അവശിഷ്ടങ്ങൾ നിലത്ത് വീഴുകയും ചെയ്തു. ഇത് തെളിവുകൾ സഹിതം സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഉക്രൈൻ ക്ലസ്റ്റർ വാർഹെഡ്സ് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് റഷ്യ ക്ലസ്റ്റർ വാർഹെഡ്സ് ഇതേ ഉക്രൈന്റെ ഏതെങ്കിലും ഭാഗങ്ങളിൽ ഉപയോഗിച്ചിരുന്നുവെന്നുണ്ടെങ്കിൽ ലോക നാടുകളെല്ലാം അതിനെ വലിയ പ്രശ്നമാക്കുമായിരുന്നു. എന്നാൽ അമേരിക്കയുടെ പിന്തുണയോടുകൂടി ഉക്രൈൻ ക്ലസ്റ്റർ വാർഹെഡ്സ് ഉപയോഗിച്ചതുകൊണ്ട് ഒരു മാധ്യമവും അതിനെക്കുറിച്ച് സംസാരിക്കാനേ തുടങ്ങിയിട്ടില്ല. അതാണ് സത്യം. ഇതുമാത്രമല്ല, ക്ലസ്റ്റർ വാർഹെഡ്സിനെ തടഞ്ഞു നിർത്താൻ റഷ്യ S-300 ഉപയോഗിച്ചുവെന്ന് റഷ്യ തന്നെ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ S-400നെയും ഒരു തവണ ക്ലസ്റ്റർ വാർഹെഡുകൾ ഉപയോഗിച്ച് ഉക്രൈൻ ആക്രമിച്ചിട്ടുണ്ടല്ലോ. ഡോൺബോസ് മേഖലയിൽ നിർത്തിവെച്ചിരുന്ന S-400 ലോഞ്ചറുകളെ ഈ ക്ലസ്റ്റർ വാർഹെഡ് ഉപയോഗിച്ച് ഉക്രൈൻ നശിപ്പിച്ചു. ഈ സ്ഥലത്താണ് ക്ലസ്റ്റർ വാർഹെഡുകൾ ഒരു സൈന്യത്തിന് എത്രത്തോളം ഉപയോഗപ്രദമാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സാധാരണ ഒരു മിസൈൽ തടസ്സപ്പെടുത്തുമ്പോൾ അതിലെ അവശിഷ്ടങ്ങൾ നിലത്തേക്ക് വീഴും. അതുമാത്രമാണ് അവിടെയുള്ള ഒരു പ്രശ്നം. എന്നാൽ ക്ലസ്റ്റർ അമ്മുനേഷൻ വാർഹെഡ്സിനെ സംബന്ധിച്ച് അവ പുറമേ കാണാൻ ഒരു ബോംബ് പോലെ തോന്നിയാലും അകത്ത് 100 കണക്കിന് വാർഹെഡ്സ് ആ മിസൈലിന്റെ സൈസിനനുസരിച്ച് അത്രയും കൂടുതൽ അതിനകത്തുണ്ടാകും. ഇവിടെ നിന്നും അയക്കുന്ന ഒരു ഇന്റർസെപ്റ്റർ മിസൈൽ നേരിട്ട് ചെന്ന് ആ വാർഹെഡിൽ പതിക്കുകയാണെങ്കിൽ അത് പൊട്ടിത്തെറിച്ച് താഴെ വീഴുന്ന ആഘാതത്തിൽ അതിലുള്ള മറ്റു ബോംബുകളെല്ലാം ആക്ടിവേറ്റ് ആയി പൊട്ടിത്തെറിക്കും. ഇങ്ങനെ ചിതറുമ്പോൾ ചുറ്റുമുള്ള എല്ലാ സ്ഥലങ്ങളെയും നശിപ്പിക്കുന്ന ഒരു സ്വഭാവം അതിനുണ്ട്. ഇതുപോലൊരു സംഭവമാണ് ഡോൺബോസ് റീജിയനിൽ നടന്നത്. അതുകൊണ്ടാണ് S-400 മിസൈൽസിനും അവിടെ ഒരുപാട് നഷ്ടം സംഭവിച്ചത്. അപ്പോ ഉക്രൈൻ പറഞ്ഞത് S-400 മിസൈൽസിനെ കൊണ്ട് ഞങ്ങളുടെ മിസൈലിനെ തടയാനേ കഴിഞ്ഞില്ല എന്ന് ഒരു വലിയ വാർത്ത പുറത്തുവിട്ടു. എന്നാൽ അതൊന്നും സത്യമേ അല്ല. S-400 ആ സ്ഥലത്ത് ചില നഷ്ടങ്ങൾ സംഭവിച്ചു, ശരി തന്നെയാണ്. എന്നാൽ ഇന്റർസെപ്ഷനും അവിടെ സംഭവിച്ചിട്ടുണ്ട്. അതും കഴിഞ്ഞു വന്ന മിസൈൽസ് അല്ലെങ്കിൽ പൊട്ടിത്തെറിച്ച ആ ഇന്റർസെപ്റ്റർ മിസൈൽസിൽ നിന്നും താഴേക്ക് വീണ ക്ലസ്റ്റർ അമ്മുനേഷൻ വാർഹെഡ്സ്, ഇതെല്ലാം ചേർന്നാണ് റഷ്യയുടെ 400ന് ആ ഒരു സ്ഥലത്ത് ഡാമേജ് ഉണ്ടായത്. ഇവിടെ S-300 എത്ര പ്രധാനപ്പെട്ട ഒരു ജോലിയാണ് ചെയ്തതെന്ന് ചോദിച്ചാൽ ഇവയിൽ ഒരുപാട് വേർഷൻസ് ഉണ്ട്. S-300V എന്ന ഒരു വേരിയന്റ് ഉണ്ട്. ഇത് കൂടുതലും ഉപയോഗിക്കുന്നത് കോസ്റ്റൽ ലൈനോട് ചേർന്നിരിക്കുന്ന സ്ഥലങ്ങളിലാണ്. പ്രതിരോധ ആവശ്യങ്ങൾക്കായി തീരപ്രദേശങ്ങളിൽ ഇത് കൂടുതലായും ഉപയോഗിക്കും. ഇതിന് ഏത് ബാലിസ്റ്റിക് മിസൈലിനെയും ക്രൂയിസ് മിസൈലിനെയും തടസ്സപ്പെടുത്താൻ സാധിക്കും. ഇതിന്റെ ദീർഘദൂര റഡാർ സംവിധാനം ഉപയോഗിച്ച് ആ പ്രദേശത്ത് നിന്നുള്ള ഏതൊരു മിസൈലിനെയും ട്രാക്ക് ചെയ്യാനും ലക്ഷ്യമിടാനും സാധിക്കും. അതുപോലൊരു കാര്യമാണ് ഇപ്പോഴും റഷ്യ ചെയ്തത്. അതിൽ റഷ്യ ജയിക്കുകയും ചെയ്തു. എന്നാൽ ഉക്രൈൻ ഈ വസ്തുതകളെല്ലാം മാറ്റിമറിച്ചു. എന്നാൽ ആ സത്യം അമേരിക്ക പുറത്തു കൊണ്ടുവന്നു. റഷ്യ ഇന്റർസെപ്റ്റ് ചെയ്തിട്ടേ ഇല്ല എന്നായിരുന്നു ഉക്രൈൻ ആദ്യം പറഞ്ഞത്. എന്നാൽ റഷ്യ ഇന്റർസെപ്റ്റ് ചെയ്തു, അത് അമേരിക്കയും സമ്മതിച്ചു. രണ്ടാമത്തെ കാര്യം, അമേരിക്കയുടെ സഹായത്തോടു കൂടി ക്ലസ്റ്റർ അമ്മുനേഷൻസ് ഉക്രൈൻ ഉപയോഗിക്കുന്നു എന്നുള്ളത് മുഴുവൻ ലോകത്തിനും ഈ ഒരു വീഡിയോ തെളിവോടുകൂടി തന്നെ മനസ്സിലായിട്ടുണ്ട്. എന്നാൽ ഇതേ കാര്യം റഷ്യ ചെയ്യുമ്പോൾ ഈ ലോകത്തിന്റെ പ്രതികരണം എന്നത് മറ്റൊരു രീതിയിലായിരിക്കും. വീഡിയോയ്ക്ക് അവസാനം എനിക്ക് ചോദിക്കാനുള്ളത്, അമേരിക്ക തന്നെ ഉക്രൈന്റെ മിസൈൽസിനെ റഷ്യ ഇന്റർസെപ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞു. എന്നാൽ ഉക്രൈൻ എന്തുകൊണ്ട് അത് സമ്മതിക്കുന്നില്ല? ഇതേ സ്ഥലത്ത് എന്തുകൊണ്ട് അമേരിക്ക സത്യം വെളിപ്പെടുത്തി നല്ലവനായി മാറി? അതിനു പുറകിൽ മറ്റെന്തെങ്കിലും ഗൂഢാലോചന ഉണ്ടായിരിക്കുമോ? ഇതുപോലുള്ള ക്ലസ്റ്റർ ബോംബ്സ് റഷ്യ ഉക്രൈനുള്ളിൽ ഉപയോഗിക്കുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? കമന്റിൽ പറയുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.